ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ 6ാം ദിനം. റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ലോറി കണ്ടെത്താനായില്ല. മറ്റൊരു ഭാഗത്ത് മണ്ണെടുത്തുള്ള പരിശോധന പുരോഗമിക്കുന്നു. രക്ഷാദൌത്യത്തിൽ സൈന്യവും. ബൽഗാവിൽ നിന്നുള്ള സംഘം 2 മണിക്ക് ശിരൂരിലെത്തും. സൈന്യം എത്തുന്നത് അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം. അപകട സമയത്തെ ഉപഗ്രഹ ചിത്രങ്ങൾക്കായി ISROയുടെ സഹായം തേടി കർണാടക. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് അപകട സ്ഥലം സന്ദർശിക്കും. എന്ത് നടക്കുന്നു ആകാംക്ഷയോട് കാത്തു നിൽക്കുന്ന ഞങ്ങൾക്ക് രാത്രിയാവുമ്പോൾ നിരാശയുടെ നിമിഷങ്ങൾ മാത്രം സമ്മാനിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അർജുനെ കാത്ത് പ്രതീക്ഷയോടെ നാട്. സേവ് അർജുൻ പോസ്റ്ററുകൾ ഉയർത്തി ജന്മനാടിന്റെ പ്രതിഷേധം. നിരാശ മാത്രം സമ്മാനിച്ച രക്ഷാപ്രവർത്തനമെന്ന് നാട്ടുകാർ. ശിരൂരിൽ സാധ്യമാകുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സർക്കാർ എല്ലാ നിലയിലുമുള്ള ഏകോപനം നടത്തുന്നുണ്ടെന്ന് മന്ത്രി. ദുരന്ത നിവാരണ നടപടിയിൽ കർണാടക പരാജയമെന്ന് BJP നേതാവ് V മുരളീധരൻ. ജാഗ്രതയോടുകൂടി ജില്ലയിൽ പൊതുവെ മാസ്ക് ഉൾപ്പെടെ ധരിക്കണമെന്നുള്ള കാര്യം ഇന്നലെ തന്നെ ആ ഒരു സന്ദേശം പോയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. മലപ്പുറത്ത് പഴുതടച്ച പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ്. രോഗം സ്ഥിരീകരിച്ച കുട്ടിയുടെ നില ഗുരുതരം. മോണോക്ലോണൽ ആന്റിബോഡി അല്പസമയത്തിനകം എത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. 246 പേർ നിലവിൽ സമ്പർക്ക പട്ടികയിൽ, 63 പേർ ഹൈറിസ്ക് പട്ടികയിൽ. ഐസൊലേഷനിൽ കഴിയുന്നവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ സാമ്പിളുകൾ ഇന്ന് തന്നെ പരിശോധനയ്ക്ക് അയക്കുമെന്ന് മന്ത്രി. പനിപ്പേടിയിൽ എറണാകുളം. ഈ ആഴ്ച മാത്രം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 210 പേർക്ക്. ജൂൺ ജൂലൈ മാസത്തിൽ മാത്രം 5000-ലധികം രോഗബാധിതർ. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണം അന്വേഷിക്കാൻ വിദഗ്ധ സമിതി. പരാതി പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വയറുവേദനയ്ക്ക് കുത്തിവയ്പ്പെടുത്ത യുവതി മരിച്ചത് ഇന്ന് രാവിലെ. ചികിത്സാ പിഴവെന്ന് ആവർത്തിച്ച് കുടുംബം. യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിൽ നിന്നും മാറ്റിയ വിവരം അറിഞ്ഞത് നടപടിക്ക് ശേഷമെന്ന് ചാണ്ടി ഉമ്മൻ. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നു. പാർട്ടിയാണ് എല്ലാമെന്നും ചാണ്ടി ഉമ്മൻ. പിണറായി വിജയനോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് തുടരുമെന്ന് ചാണ്ടി ഉമ്മൻ. പിതാവിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന പ്രചരണത്തോട് പോലും ക്ഷമിച്ചു. കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച പിതാവിന്റെ പാതയിലാണ് താനെന്നും ചാണ്ടി ഉമ്മൻ. ആംബുലൻസിന് വഴി കൊടുക്കാതെ ബൈക്ക് യാത്രികരുടെ അഭ്യാസ പ്രകടനം മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ആംബുലൻസിന് മുന്നിൽ. മലപ്പുറം മച്ചിങ്ങൽ മുതൽ കൊണ്ടോട്ടി വരെ വഴി നൽകാതെ യാത്ര. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം ഉടൻ. യോഗം ബഹിഷ്കരിച്ച തൃണമൂൽ കോൺഗ്രസ്. സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവും യോഗത്തിൽ പങ്കെടുത്തേക്കില്ല. പീഡനക്കേസിൽ കുസാറ്റ് അധ്യാപകൻ PK ബേബിക്ക് ആശ്വാസം. കേസിലെ തുടർ നടപടികൾ തടഞ്ഞു ഹൈക്കോടതി. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകില്ല. തീരുമാനം PK ബേബി നൽകിയ ഹർജി പരിഗണിച്ചു. വടക്കൻ കേരളത്തിൽ ഇന്നും മഴ തുടരും. കണ്ണൂരും കാസർഗോഡും യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തീരദേശ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയെ തുടർന്ന് കരിപ്പൂരിലിറങ്ങേണ്ട വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിൽ ഇറക്കി.
യോഗത്തിന് തുടക്കം. സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടിയുടെയും ജനപ്രീതി തിരിച്ചുപിടിക്കാനുള്ള തെറ്റുതിരുത്തൽ രേഖ യോഗത്തിൽ ചർച്ച ചെയ്യും. സംസ്ഥാന സമിതിയിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തിരുത്തൽ രേഖ അന്തിമമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചെന്ന കെ ശൈലജ. ഭരണത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി, അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. സാമൂഹ്യ പെൻഷനുകൾ മുടങ്ങിയത് തിരിച്ചടിയായി. കാപ്പൂർ സ്ക്രീൻഷോട്ട് കെ ലതിക പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ലെന്നും ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ കെ ശൈലജ. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ തുറന്ന് സമ്മതിക്കാതെ തരവില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും കൂടുതൽ സാമൂഹ്യക്ഷേമ നടപടികൾ നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അതിൻ്റെ പാരമ്യത്തിലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ, ചെറുതല്ല വലിയ ബുദ്ധിമുട്ടുകൾ ഇടതുപക്ഷം നേരിട്ടു. അതിന് മാക്സിസി അവാർഡിനെ ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ലെന്ന് കെ ശൈലജ. അവാർഡിനെ വില കുറച്ചു കാണുന്നില്ല. മദർ തെരേസ അടക്കം നേടിയ അവാർഡ് കോവിഡ് പ്രതിരോധത്തിനുള്ള അംഗീകാരമാണെന്നും കെ ശൈലജ ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ. അറ്റകുറ്റപ്പണികൾക്കായി കുണ്ടന്നൂർ തേവര പാലം അടച്ചു. പാലമടച്ചത് 2 ദിവസത്തേക്ക്. ചൊവ്വാഴ്ച രാവിലെ പാലം തുറക്കും. പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ VN വാസവൻ, വീണ ജോർജ് എന്നിവർ പങ്കെടുക്കും. ക്രമീകരണങ്ങൾ പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ. യമൻ തുറമുഖത്ത് വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. ആക്രമണം യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖത്ത്. 3 മരണം, 100ഓളം പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ട്. വനിതാ ഏഷ്യാകപ്പിൽ വിജയക്കുതിപ്പ് തുടരാൻ ഇന്ത്യ. സെമി ഉറപ്പിക്കാൻ ഇന്ത്യൻ വനിതകൾ UAE-ക്കെതിരെ. മത്സരം ഉച്ചയ്ക്ക് 2-ന്. രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാൻ വനിതകൾ നേപ്പാളിനെ നേരിടും. ഒളിമ്പിക്സ് ടീമിനത്തിൽ ഇന്ത്യൻ പ്രതീക്ഷയായ ഹോക്കി ടീം പാരീസിൽ. ഇന്നലെ വൈകിട്ടോടെയാണ് 19 അംഗ സംഘം പാരീസിലെത്തിയത്. ഹർമൻപ്രീത് സിംഗിന്റെ കീഴിലിറങ്ങുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂലൈ 27-ന് ന്യൂസിലാൻഡിനെതിരെ. സ്പാനിഷ് പരിശീലകൻ മനോളോ മാർക്യൂസ് ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകൻ. ഇഗോർ സ്റ്റിമാക്കിന്റെ പിൻഗാമിയായാണ് മാർക്യൂസ് എത്തുന്നത്. നിലവിൽ ISL ക്ലബ് ഗോവയുടെ പരിശീലകനാണ് മാർക്യൂസ്.